മലയോര മേഖലയിൽ കർഷകരുടെയും മനഃപൂർവ്വം ആശങ്കയുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചോദിച്ചതുപോലെ ഇത് കരട് വിജ്ഞാപനമാണ്. ഒന്നാമത്തെ കാര്യം കേൾക്കുന്നുണ്ടോ? ഇതൊരു കരട് വിജ്ഞാപനമാണ്. അതിനർത്ഥം എന്താണ്? ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കിട്ടും. ഈ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് നിയമസഭയിൽ നിന്ന് സബ്ജക്ട് കമ്മിറ്റിക്കാണ് വിടുന്നത്. സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഭേദഗതികളോടുകൂടിയാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുക. അവിടെ തന്നെ അംഗങ്ങൾ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിൽ സ്വീകാര്യമായതൊക്കെ സ്വീകരിച്ചു കൊണ്ടുള്ള നിലപാടാണ് ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലെത്തി അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോഴുള്ള നിയമത്തിൽ ഒരുപാട് ഭേദഗതികളൊന്നും വരുത്തിയിട്ടില്ല. 4 ഭേദഗതികളാണ് ഇപ്പോൾ പ്രധാനമായും മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, നിലവിലുള്ള നിയമത്തിൽ ഫോറസ്റ്റ് വാർഡന്മാർക്ക് വരെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ആരോപിച്ച് പ്രതികളായി കരുതപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള അധികാരമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് ശരിയല്ല എന്നാണ് തീരുമാനിച്ചത്. അവരിൽ നിന്നും ആ അധികാരം വെട്ടിച്ചുരുക്കി ഏറ്റവും ചുരുങ്ങിയത് റേഞ്ച് ഓഫീസർ തലത്തിലെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഈ അധികാരം ഉപയോഗിക്കാനാവൂ എന്നാണ് പുതിയ ഭേദഗതി. അത് ആരെ സഹായിക്കാൻ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൂടുതൽ നൽകുകയാണോ അധികാരം വെട്ടിച്ചുരുക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അത് സാവകാശത്തിനൊന്ന് ആലോചിക്കുക. രണ്ടാമത്തത്, ഇതിന്റെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലായാലും കോമ്പൗണ്ട് ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട്. അത് കോടതി നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിലുന്നതിന് പകരം പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും നടപടിക്രമം പൂർത്തിയാക്കാനും സഹായകമരുത. അത് വനംവകുപ്പിൽ ഇതുവരെ ഇല്ലായിരുന്നു. ഈ ബില്ലിലെ ഭേദഗതി അങ്ങനെ കോമ്പൗണ്ട് ചെയ്യാനുള്ള അധികാരം നൽകുക എന്നുള്ളതാണ്, തീരുമാനമുണ്ടാക്കാനാണ്. മൂന്നാമത്തത്, നമ്മൾ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷ വിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10 കൊല്ലം മുമ്പേ നിശ്ചയിച്ച ശിക്ഷാവിധികളാണ് പിഴയാണ് ഇപ്പോൾ ഉള്ളത്. അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാർക്കാണ്? കുറ്റം ചെയ്യുന്നവർക്കാണ്. പിന്നീട് എന്താണ് ഒരു പ്രശ്നം? നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവിടെ വനത്തിനുള്ളിൽ പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ ആദിവാസികൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ആ അധികാരം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ശ്രദ്ധിക്കൂ. പിന്നെന്താണ്? ജണ്ട പൊളിക്കുക തുടങ്ങിയ നടപടികൾ, അത് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കും. ഇപ്പൊ ജണ്ട പൊളിക്കാൻ ആരാ പോകുന്നത്? സാധാരണ കർഷകൻ ജണ്ട പൊളിക്കാൻ പോകുന്നുണ്ടോ? സാധാരണ കർഷകൻ അവിടെ പോയി വനത്തിനുള്ളിൽ കയറി മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ? സാധാരണ കർഷകന് കുറ്റം ചെയ്യാത്തവർക്ക് പിഴ അടക്കേണ്ടതുണ്ടോ? അവരെ സാധാരണക്കാരനെ ദ്രോഹിക്കുന്നതാണ് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ നിന്നും കർഷക സമൂഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഗവൺമെന്റിന് മുമ്പാകെ അവർക്ക് അവരുടെ ആശങ്കകൾ അറിയിക്കാനും പരിഹാരം കാണാനുള്ള ചർച്ചകൾ നടത്താനും ഒരു ബുദ്ധിമുട്ടുമില്ല. സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാണ് അന്തിമമായി നിയമസഭ ഈ നിയമം പാസ്സാക്കുകയുള്ളൂ. അല്ല, അത് മനഃപൂർവ്വം, അതാണ് ഞാൻ പറഞ്ഞല്ലോ, മലയോര മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ചില ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട്. ഈ 4-ൽ ഏതാണ് കർഷകർക്ക് ദ്രോഹമെന്ന് പറഞ്ഞാൽ അത് പുനഃപരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാണല്ലോ. അല്ല, അത് ചർച്ച ചെയ്യുന്ന മതി.
കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവർ മന്ത്രിസഭയിലും നിയമസഭയിലുള്ളതല്ലേ. അപ്പോൾ അവരെ ഭേദഗതികളും ചർച്ചയൊക്കെ വരുമല്ലോ. പിന്നെ കരട് റിപ്പോർട്ട് ആരാ അംഗീകരിച്ചത്? കരട് രേഖ അംഗീകരിച്ചത് ക്യാബിനറ്റാണ്, അല്ലാണ്ട് വനം വകുപ്പ് മാത്രമല്ല. കേരള മന്ത്രിസഭ കരട് ബിൽ അംഗീകരിച്ച് പിന്നെ ചന്ദനമരങ്ങൾ മുറിക്കുന്നത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് പോവുകയാണ്. അതാർക്കാ സഹായം? ഇതെല്ലാം സാധാരണ ജനങ്ങൾക്ക് ഇത്രയേറെ സഹായകമായതും കുറ്റവാളികൾക്ക് ഭയപ്പെടാനുള്ളതുമായ ഒരു ഭേദഗതിയാണ് ഈ പോകുന്നത്. അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ ഈ വനത്തിനകത്ത് വനം മാഫിയുണ്ട്. വനവുമായി ബന്ധപ്പെട്ട് ഈ വനം മാഫിയ നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ജനകീയ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായി ഇപ്പോൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ മാറിപ്പോകാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇപ്പം നമുക്ക് അധികാരം ആർക്കാണ്? വാച്ചർമാർക്കാണ്. വാച്ചർമാർക്കും ഉണ്ട്. ഇപ്പൊ വാച്ചർമാർ എന്ന് പറയുന്നവർക്ക് അത് എടുത്തു മാറ്റി ഈ റാങ്കിലോ അതിന്റെ മുകളിലോ ഉള്ളവർക്ക് മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ ഇന്നലെ വരെ ഉദ്യോഗസ്ഥന്മാർക്ക് ഹരാസ് ചെയ്യാൻ കഴിയായിരുന്നു, വാച്ചർമാർക്ക് ഹരാസ് ചെയ്യാൻ കഴിയായിരുന്നു. ഇനി വാച്ചർമാർക്ക് അത് ഹരാസ് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിന്റെ അഭിപ്രായം. ഫെൻസിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് അവിടെ പോയിരുന്നതാണ്. എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ട് അടിയന്തരമായി ആ പ്രദേശത്ത് ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തും. അക്കാര്യത്തിൽ ജനങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. അത് മോണിറ്റർ ചെയ്യും. പെട്ടെന്ന് തീർക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യും.